നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് നമ്മൾ ഒറ്റ വാർത്ത മാത്രമാണ് കൊടുക്കുന്നത്. കാരണം ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ ശലഭോത്സവം അത് തീർച്ചയായിട്ടും മാറുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നൽകേണ്ട പരിഗണന, അവരുടെ ഒരു ഉത്സവം. അതിനകത്ത് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. കാരണം ഇത്തരം പരിപാടികളിൽ ആ കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും വിവേകവും സാമൂഹ്യ ബോധമുള്ള ജനപ്രതിനിധികൾ സത്യത്തിൽ ഒരു ഉദ്ഘാടനം വളരെ ഒരു 15 മിനിറ്റ് ഒതുക്കുന്നതിന് പകരം ഓരോരുത്തരും പ്രസംഗം നടത്തുന്ന ഒരു രീതി അത് വളരെ വിഷമകരമാണ്. അത് യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ തടസ്സമാകും. അത് നാട്ടുവട്ടം ഒരു വലിയ വിമർശനമായി ഈ ഇളമ്പള്ളൂർ പഞ്ചായത്തിന് മാത്രമല്ല കേരളത്തിലാകെ ജില്ലാ പഞ്ചായത്തിലും ജില്ലയിലും ഒക്കെ നടക്കുമ്പോഴത്തേക്കും ജനപ്രതിനിധികൾ അവരുടെ വാചകങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള സ്ഥലമല്ല ഈ കലോത്സവങ്ങൾ. കുട്ടികളുടെ പേരിൽ നടത്തുന്നതാണ്. അതിന്റെ ഒരു ആർജവവും ഒരു സാമാന്യ മര്യാദയും ഒക്കെ ജനപ്രതിനിധികളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകും. സ്വർണ്ണവില ഗ്രാമിന് 7205 രൂപ, പവന് 57,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. മൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനമാണ്. ഇന്റർനാഷണൽ ഡേ ഫോർ ആനിമൽ റൈറ്റ്സ്. നോബൽ സമ്മാന ദിനമാണ്, നോബൽ പ്രൈസ് ഡേ. വിശ്വമഹാകവി ലോർഡ് ബൈറന്റെ മകളും വിഖ്യാത ഗണിതശാസ്ത്രജ്ഞനുമായ ആദ ലവ്ലേസ് ബൈറൺ ജനിച്ചു. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നവർ അറിയപ്പെടുന്നു. 1815 ഇത്. നോബൽ സമ്മാനത്തിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് നോബൽ ഇറ്റലിയിൽ അന്തരിച്ചു. 1896 ഈ വിയോഗം. UN ജനറൽ അസംബ്ലിയിൽ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1948 ഇത്. അഗതികളുടെ അമ്മയായ മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1979 ഇത്. ബഹിരാകാശത്തെത്തിയ ആദ്യ പത്രപ്രവർത്തകനായ ജപ്പാൻകാരൻ ടോയേഹിരോ അക്കിയാമ 8 ദിവസത്തിനു ശേഷം ഭൂമിയിൽ മടങ്ങിയെത്തി. 1982 ഈ ചരിത്ര സംഭവം. നൈൽ നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി നിർമ്മിച്ച അസ്വാൻ അണക്കെട്ടിന്റെ പണി പൂർത്തിയായി. 1902 പൂർത്തിയായത്. എല്ലാ വർഷവും ഡിസംബർ 10 അന്താരാഷ്ട്ര സമൂഹം മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നു. 1948 ഐക്യരാഷ്ട്രസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് ഇത് ആചരിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബറിൽ 1950 മനുഷ്യാവകാശ ദിനമായി അംഗീകരിക്കാൻ എല്ലാ രാജ്യങ്ങളെയും താൽപ്പര്യമുള്ള സംഘടനകളെയും ക്ഷണിച്ചുകൊണ്ട് അസംബ്ലി 423 പ്രമേയം പാസാക്കിയതിനു ശേഷമാണ് 10 മുതൽ മനുഷ്യാവകാശ ദിനം ഔപചാരികമായി ആരംഭിച്ചത്. ജനറൽ അസംബ്ലി ഈ പ്രഖ്യാപനം അംഗീകരിച്ചപ്പോൾ ഇത് എല്ലാ ജനതകൾക്കും എല്ലാ രാജ്യങ്ങൾക്കും നേട്ടത്തിൻ്റെ ഒരു പൊതു മാനദണ്ഡമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിനായി വ്യക്തികളും സമൂഹങ്ങളും അവരുടെ സാർവത്രികവും ഫലപ്രദവുമായ അംഗീകാരവും ആചരണവും നേടുന്നതിന് ദേശീയവും അന്തർദേശീയവുമായ പുരോഗമന നടപടികളിലൂടെ പരിശ്രമിക്കണം. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നമുക്കെല്ലാവർക്കും അർഹതയുള്ള മൗലിക അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും വിശാലമായ ശ്രേണി നിർദ്ദേശിക്കുന്നു. ദേശീയത, താമസസ്ഥലം, ലിംഗഭേദം, ദേശീയ അല്ലെങ്കിൽ വംശീയ ഉത്ഭവം, മതം, ഭാഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ ഇത് ഉറപ്പു നൽകുന്നു. സ്വാതന്ത്ര്യം, സമത്വം, എല്ലാവർക്കും നീതി എന്താണ് 2023 തീം. ക്രിസ്മസിന് ഉയരൊക്കെ ഇനി അടുത്തെത്തിക്കഴിഞ്ഞു. ഇനിയും ചിന്നൂസിലെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത്തവണ ഒരുപാട് ഓഫറുകളാണ് ചിന്നൂസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ ചിന്നൂസ് ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. പഴമയ്ക്കിനി പൊന്നുവില. സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയതായാലും മാറ്റി വാങ്ങുമ്പോൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് അതാത് ദിവസത്തെ മാർക്കറ്റ് വിലയേക്കാളും പവന് 400 രൂപ അധികം ലഭിക്കുന്നു. വിവാഹം അഴകാർന്ന ശുഭാരംഭമല്ലേ? പരിണയ ബ്രൈഡൽ കളക്ഷൻസ് ചിന്നൂസിൽ മാത്രം. ഓഫർ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നേടും. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾക്ക് പുറമെ ക്രിസ്മസ് കേക്കും. ഈ ആഘോഷനാളിൽ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ വെഡിംഗ് ഓഫറുകളും. പുതുമകളുടെ പുതുവത്സരത്തെ വരവേൽക്കാം.
ക്രിസ്മസ് ന്യൂ ഇയർ കാലം ചിന്നൂസിനൊപ്പം മനനിറയെ സന്തോഷവും കൈനിറയെ സമ്മാനങ്ങളുമായി. ഇനിയും എന്തിനാ താമസം? ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ നിങ്ങൾ ആരോടൊപ്പം ആഘോഷിക്കും? ചിന്നൂസിനൊപ്പം തന്നെയല്ലേ? ഭിന്നശേഷി വൈബായി ശലഭോത്സവം. ചിത്രശലഭങ്ങളെ പോലെ ആടിയും പാടിയും വരച്ചും കുട്ടികൾ വിസ്മയം തേടി. ഇളമ്പള്ളൂർ പഞ്ചായത്ത് ശലഭോത്സവം അക്ഷരാർത്ഥത്തിൽ ഭിന്നശേഷി വൈബായി. പഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് S ജയകുമാരി അധ്യക്ഷത വഹിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ G സുശീല, ഇളമ്പള്ളൂർ പഞ്ചായത്ത് ക്ഷേമ സമിതി അധ്യക്ഷ ഷീലാകുമാരി, ആരോഗ്യ സമിതി അധ്യക്ഷൻ CM സൈഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ജലജ ഗോപൻ, ഗീതാ മുരളീധരൻ, അനീജി ലൂക്കോസ്, റെജി കല്ലൻപിള്ള, സാം വർഗീസ്, ദീപു ജേക്കബ്, അനിൽകുമാർ, ICDS സൂപ്പർവൈസർ R രമ്യ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു B നായർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അവസാനം വരെ നമുക്കിത് അടിച്ചു പൊളിക്കണം കേട്ടോ. അടുത്തായിട്ട് സൂപ്പർ ഗാനങ്ങളുമായി കീബോർഡിലൂടെ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ക്രിസ്റ്റോറി ചാക്കോ.
ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 12 ഹ്രസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ നോട്ടം വരെയുള്ള സിനിമകൾ, ഒരു മാസം ഒരു ഹ്രസ്വ ചിത്രം എന്ന ലക്ഷ്യവുമായി ലൈല ക്രിയേഷൻസ് മുന്നോട്ട് വന്നപ്പോൾ അത് അതിൻ്റെ സാക്ഷാത്കാരമാണ് ഈ ഡിസംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച ആശുപത്രിമുക്കിലെ വേണൂസ് കോളേജിൽ നടക്കുന്നത്. 12 സിനിമകളുടെ പൂർത്തീകരണം നടക്കുന്ന സന്തോഷകരമായ ആ സുദിനത്തിൽ ലൈല ക്രിയേഷൻസിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള 100-ലധികം അഭിനേതാക്കൾ, അവരുടെ കുടുംബങ്ങൾ അത് പങ്കെടുക്കുന്നു. ഒപ്പം സാങ്കേതികമായി ലൈല ക്രിയേഷൻസിനെ സഹായിച്ചിട്ടുള്ള സാങ്കേതിക വിദഗ്ധരും അവരുടെ കുടുംബവും ഇതിൽ പങ്കെടുക്കുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം നിന്ന സുഹൃത്തുക്കൾ, അവരുടെ കുടുംബവും പങ്കെടുക്കുന്നു. ഈ വലിയ കുടുംബ സംഗമത്തിൽ, ഈ മെഗാ ഈവന്റിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 മണിക്ക് ലൈല ക്രിയേഷൻസിന്റെ മുഴുവൻ സിനിമാ പ്രദർശനങ്ങൾ ആരംഭിക്കും. തുടർന്ന് ഒരു 5 മണിയോടുകൂടി സമാപന സമ്മേളനം, അനുമോദന സമ്മേളനം ആരംഭിക്കും. നിങ്ങളെ മുഴുവൻ സമയവും ഇന്നു മുതൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു ക്രമീകരണം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റി അന്ന് നിങ്ങൾ പൂർണ്ണമായും എത്തിച്ചേരും എന്ന വിശ്വാസത്തോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.